ഒന്ന് രണ്ട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് ഈ റമദാൻ നോമ്പ് സമയത്ത് താങ്കൾ ഈ ചായക്കപ്പ് പിടിച്ച് നിൽക്കണ്ട, ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശ്രീകണ്ഠൻ നായർ വളരെ വളരെ സീനിയറായ ഒരു മാധ്യമപ്രവർത്തകരാണ്. അദ്ദേഹത്തോട് വളരെ വിനയത്തോടെ ചോദിക്കാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അങ്ങ് ഇത്രയേറെ കുനിഞ്ഞാൽ നട്ടലൊടിഞ്ഞു പോവില്ലേ? അത് താങ്കൾക്ക് ബോധ്യമാവുന്നില്ലേ എന്നേ ചോദിക്കാനുള്ളൂ. എന്തൊക്കെ പ്രഹസനമാണ് താങ്കൾ ഈ കാണിച്ചു കൂട്ടുന്നത്? താങ്കളെ കാണുന്ന ആളുകളെല്ലാം മണ്ടന്മാരാണ്, വിഡ്ഢികളാണ് എന്ന വല്ല ധാരണയും താങ്കൾക്കുണ്ടോ? താങ്കൾ എന്ത് വാർത്തയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? സാധാരണ താങ്കൾ ഇങ്ങനെ രാവിലെ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പ് വഴിയുമൊക്കെ ആളുകൾ മെസ്സേജ് മറ്റും അയക്കാറുണ്ട്. അതൊക്കെ താങ്കൾ വായിക്കാറുമുണ്ട്, അതൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ ഇതാ ഒരു നോമ്പ് കാലമാണ്, താങ്കൾക്ക് ആ ചായക്കപ്പ് അല്ലെങ്കിൽ കോഫി കപ്പ് ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ശരി എന്നാൽ ഞാൻ ഇപ്പോൾ മുതൽ അത് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ, താങ്കൾ ഇത്രയും മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് എന്ന ബോധ്യം പോലും താങ്കൾക്കില്ലാതെ പോകുന്നു. താങ്കൾ എന്ത് വാർത്തയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? യുദ്ധവാർത്ത. ആര് തമ്മിലുള്ള യുദ്ധമാണ്? അതെ, തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷവും ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അതേപോലെ തന്നെ ഇറാൻ, ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തേക്കും അമേരിക്കൻ ബേസിലേക്കാണ് അടിക്കുന്നതെങ്കിലും നഷ്ടപ്പെടുന്നത് മുസ്ലിമിൻ്റെ ജീവനാണ്. അങ്ങനെ ഒരു നോമ്പ് കാലമാണ് എന്ന് പോലും ഓർമ്മയില്ലാതെ അല്ലെങ്കിൽ അതുപോലും വകവെക്കാതെ മുസ്ലിം രാജ്യങ്ങൾ പരസ്പരം ജീവനെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലും വലുതൊന്നുമല്ലോ താങ്കളുടെ കയ്യിലിരിക്കുന്ന ഒരു ചായക്കപ്പ്. ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം താങ്കൾക്കുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഉളുപ്പ് എത്ര വർഷമായി മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ നടക്കുന്നു. എന്നിട്ടാണ് താങ്കൾ ഇതാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? എന്തിനാണ് ഇങ്ങനെ നട്ടല് വളഞ്ഞ് ഓടിച്ച് കളയുന്നത്? അതുകൊണ്ട് താങ്കൾക്ക് എന്താണ് കിട്ടുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഒരു മണ്ഡലകാലം വരുമ്പോൾ ഏതെങ്കിലും ഒരു ഹൈന്ദവ വിശ്വാസി മാലയിട്ടിരിക്കുന്ന ആൾ പറയുകയാണ്, ഇത് മണ്ഡലകാലമാണ്, താങ്കൾ മാലയിട്ടുകൊണ്ട് വാർത്ത വായിക്കുമോ എന്ന് ചോദിച്ചാൽ ചെയ്യുമോ? അത് ഇല്ലല്ലോ. ഈ കുരിശുമല തീർത്ഥാടന സമയത്തൊക്കെ തോളിൽ ഒരു കുരിശും കൂടെ ചുമന്നുകൊണ്ട് വാർത്ത വായിച്ചുകൂടെ ശ്രീകണ്ഠൻ നായരെ എന്ന് ചോദിച്ചാൽ താങ്കൾ ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ താങ്കൾക്കറിയാം എവിടെ കുനിയണം, എവിടെ നട്ടല് വളയ്ക്കണമെന്നൊക്കെ. ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിർത്തൂ. കുറേ കാലമായില്ലേ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഉളുപ്പെന്ന് പറഞ്ഞ സാധനം, അഭിമാനം എന്ന് പറഞ്ഞ സാധനമില്ലേ? താങ്കൾ രാവിലെ ഈ ചായ കുടിച്ചുകൊണ്ടാണ് ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ എല്ലാ ദിവസവും താങ്കൾ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ താങ്കൾ നോമ്പെടുക്കുന്ന ആളായിരിക്കണം. പക്ഷേ താങ്കൾ നോമ്പെടുക്കുന്ന ആളല്ല. എന്നിട്ട് നോമ്പെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ മുതൽ ഇനി ചായ ഗ്ലാസ് കൈ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റുകയും പറയുന്ന വാർത്ത യുദ്ധവാർത്തയാണ്. ആളുകൾ കൊല്ലപ്പെടുന്നു, ബോംബിടുന്നു, തീ കത്തുന്നു, ഇതൊക്കെയാണ് പശ്ചാത്തലത്തിൽ കാണിക്കുന്നത്. അതും നോമ്പ് കാലത്ത്. ആരാ യുദ്ധം ചെയ്യുന്നത്? മുസ്ലിം രാജ്യങ്ങൾ തന്നെ. ആ വാർത്ത പറയുമ്പോൾ കയ്യിലൊരു ചായക്കപ്പ് പിടിച്ചിരിക്കുന്നത് ഇത് നോമ്പ് കാലമാണ്, ഒഴിവാക്കിക്കൂടെ എന്ന് പറയുന്ന ഈ കൊഞ്ഞാണന്മാരാരെങ്കിലും അവർ വലിയ കാര്യമായിട്ട് കാണുന്ന സൗദിയോടോ ഇറാനോടോ പാകിസ്ഥാനോടോ അഫ്ഗാനിസ്ഥാനോടോ നോമ്പ് കാലമാണ്, യുദ്ധം അരുത് എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ താങ്കളോട് കപ്പ് മാറ്റാൻ പറഞ്ഞപ്പോൾ താങ്കൾ ഞാൻ ഇപ്പോൾ മുതൽ കപ്പ് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. ഉളുപ്പുണ്ടെങ്കിൽ നല്ല നേരം നോക്കി പണി നിർത്തി വേറെ വല്ല പണി നോക്കുമ്പോൾ